കുട്ടികൾ സംസാരിക്കാൻ വൈകുന്നത്, അതുപോലെ പേര് വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, തറയിൽ കാല് പൂർണ്ണമായിട്ടും കുത്താതെ നടക്കുക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പേരൻസിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ നോർമലാണോ, കുറച്ച് കഴിയുമ്പോൾ ശരിയാവോ, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും അബ്നോർമാലിറ്റി ആണോ എന്ന് ഇതിനെ എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? അതെ, ഇത് ഒരു ഒറ്റ ലക്ഷണങ്ങളായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് തികച്ചും നോർമലായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ പക്ഷേ ഇത് ഒന്നിൽ കൂടുതൽ ലക്ഷണങ്ങൾ ആ കുട്ടികൾ നമ്മൾ കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആയിട്ട് പറയാറുണ്ട്. ഇതിന് നമുക്ക് ഒരു ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ക്ലിനിക്കൽ ഡയഗ്നോസിസ് സിംറ്റംസ് വെച്ചിട്ട് തന്നെയാണ് നമ്മളത് ഒരു കൺക്ലൂഷനിൽ എത്തുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ് ഈ പറഞ്ഞ പോലെ തന്നെ പേര് വിളിച്ച കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കുക, പിന്നെ എപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കാനായിരിക്കും ഒരു പ്രിഫറൻസ്, പിന്നെ ഒരു ആക്ടിവിറ്റീസ് തന്നെ കൂടുതൽ റിപ്പീറ്റേറ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ സ്പീച്ച് ഡിലേ, ഇതെല്ലാം മെയിനായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ആയുർവേദത്തിൽ നമുക്ക് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം? അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ഉണ്ടോ? ഉണ്ട്, നമ്മളത് മൾട്ടി ഡയമെൻഷണൽ ആയിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഒക്യുപ്പേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി ഒക്കെ റെഫർ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ശോധന ചികിത്സ കൂടി ചെയ്ത് അത് ത്രൂ ബുദ്ധിവികാസം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രശ്നമുള്ളവരിൽ ഭക്ഷണത്തിന് വലിയൊരു പ്രാധാന്യം ഉണ്ട് അല്ലേ? അതെ അതെ, ഭക്ഷണമാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അല്ല, പല പേരൻസിനും വരുന്നൊരു സംശയമാണ് എന്തെല്ലാം കൊടുക്കാം, ഇത്തരം കുഞ്ഞുങ്ങളിൽ എന്തെല്ലാം കൊടുക്കുക എന്നുള്ളത്. കൂടുതലും പാലും കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പ്രായമായിരിക്കും അത്. പക്ഷെ അതൊന്നും ഇത്തരം സിംറ്റംസ് ഉള്ള കുഞ്ഞുങ്ങളിൽ പാലും പിന്നെ ഗ്ലൂട്ടിൻ അടങ്ങിയ കണ്ടൻസ് ഉള്ള ഗോതമ്പ് പോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അതെല്ലാം കൺട്രോളിലായിട്ട് ഒരു ഡോക്ടർ ഇങ്ങനത്തെ സിംറ്റംസ് കാണാമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റൂൾ ഔട്ട് ചെയ്ത് ഇത്തരം ഡയറ്റ് കൺട്രോൾ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബെറ്റർ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും കിട്ടും. ഇത് ഡോക്ടർ അഞ്ജലി, നമ്മൾ ആയുർമന ആയുർവേദ പഞ്ചകർമ്മ സെന്ററിന്റെ അജ്മാനിലെ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. അൽബുസ്താൻ ബസ് സ്റ്റേഷന്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ടാണ് ആയുർമനയുടെ അജ്മാനിലെ ബ്രാഞ്ച് ഉള്ളത്. നിങ്ങൾക്ക് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടുന്ന ഈ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളെന്നല്ല, എന്ത് തരം ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിലും ആയുർമനയുടെ ഒരു സേവനം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഡോക്ടർ അഞ്ജലിയെ പോലെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഒരു വലിയ യൂണിറ്റ് തന്നെയാണ് ആയുർമനയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്നത്. അജ്മാനിൽ മാത്രമല്ല, ഷാർജ, ന്യൂ മൊബൈലയിലും ദുബായ് സിലിക്കൺ ഒയാസിസിലും ആയുർമനയുടെ ബ്രാഞ്ചസ് ഉണ്ട്. ഇൻഷുറൻസും ആക്സെപ്റ്റ് ചെയ്യും, റീഇംബേഴ്സ്മെന്റ് ബേസിസിൽ.